ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, റിയർ ഷോക്കപ്പ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ബ്രേക്ക് ചെക്ക് ചെയ്യുക, ബ്രേക്ക് ലിവർ ചെക്കപ്പ് രണ്ട് സൈഡും. പിന്നെ കീ സെറ്റ് ടൈറ്റ് ഉണ്ടെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ചെക്കപ്പ് സൗണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക്. നമുക്ക് വണ്ടി വർക്കിന് ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിൻ സ്റ്റാൻഡിൻ്റെ സൗണ്ട് ഒരു ജെർക്കിങ് സൗണ്ട് ഉണ്ടായിരുന്നു. അത് ആ ബുഷിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് റെഡിയാക്കാം. കീ സെറ്റ് ടൈറ്റ് കാണിക്കുന്നത് മഴയുടെയൊക്കെയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിടാം. പിന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യാനുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് ബാക്കിൽ കിടക്കുന്നത്. വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമേ, അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയർ കുറച്ചും കൂടി ഓടി കഴിയുമ്പോൾ മാറ്റി കളഞ്ഞോളൂ കേട്ടോ. കാരണം ടയർ ഏറെക്കുറെ എൻ്റെ ഒരു മെയിൻ ഗ്രിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ വന്നത്. ഈ കാണുന്നത് ഒരു ഇൻഡിക്കേഷൻ മാർക്കാണ്. ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്ലാറ്റായി പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റിയിടുന്ന ശ്രദ്ധിക്കുക. ഹബിന് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ബോൾട്ടൊക്കെ ത്രെഡ് പ്രശ്നമായിട്ട് പശയൊക്കെ ഇട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ അഴിച്ചിട്ടില്ല. അത് ആ രീതിയിൽ ഓർത്തെ, കാരണം അത് അഴിച്ചാൽ പിന്നെ ഓയിൽ ലീക്ക് ആയിരിക്കും. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്. പക്ഷേ നല്ല രീതിയിൽ പൊടിയുണ്ട്. അത് തൽക്കാലം നമുക്കിതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് സർവീസിൽ, അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരും, പ്ലഗ് മാറ്റണം, സെക്കൻഡറി ഫിൽറ്റർ, ആ 3 ഐറ്റം നമുക്ക് മാറ്റണം കേട്ടോ. അടുത്ത സർവീസിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി കളയണം. ക്ലച്ച് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ക്രാങ്കിൻ്റെ ഒരു ഓയിൽ സീൽ ലീക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ക്ലച്ച് കവർ ക്ലീൻ ചെയ്തിട്ട് ആ ഓയിൽ സീലൊന്ന് മാറ്റിയിടാം. ബെൽറ്റ് നമുക്ക് നോക്കുമ്പോൾ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബെൽറ്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പൊട്ടലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബെൽറ്റ് അത് തന്നെ ക്ലിയർ ചെയ്തിടാം. ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വി ബുഷ് എന്ന് പറയുമ്പോൾ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ്, അതും തൽക്കാലം നമുക്ക് ഈ തവണത്തേക്ക് ക്ലിയർ ചെയ്തിടാം. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. ക്ലച്ച് ഔട്ടറിനകത്തും അത്യാവശ്യം പൊടിയൊക്കെ ഇടാം, ഒന്ന് ക്ലീൻ ചെയ്തിടാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഇതിൻ്റെ ക്ലച്ച് കവറിൻ്റെ 1-2 ബോൾട്ടുകൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോൾട്ട് കിറ്റായിട്ട് നമുക്ക് കിട്ടും, അത് മാറ്റിയിടാം. ഈ ഒരു ബോൾട്ട് മാത്രം ഇടാൻ പറ്റില്ല, അത് ഇവിടെ ഒടിഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് അഴിച്ച് കിട്ടുള്ളൂ കേട്ടോ. ബാക്കിത്തെ നമുക്ക് മാറ്റിയിട്ട് പുതിയതിടാം. പിന്നെ അതിനകത്ത് വേറെ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് എൻ്റെ ഈ എൻജിൻ ഹാങ്ങർ ഇവിടെയൊക്കെ ബുഷ് കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ ലൂസായി പോയേക്കാണ് അതിന് കേട്ടോ. കാരണം നമ്മുടെ ഈ ആക്റ്റീവ് മോഡൽ വണ്ടിയുടെ എൻജിനൊക്കെ വെറുതെ 2 ബോൾട്ടുമ്പോൾ ഹാങ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹാങ്ങറിൻ്റെ മെയിൻ ബുഷ്, ബൗണ്ടേഷൻ ബുഷാണ് ഈ പോയേക്കണേ. അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. അപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മാറ്റിയിടാം. ബാക്ക് ഷോക്കിൻ്റെ ചെറുതായിട്ട് ചതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അടി ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റാം. അതല്ലെങ്കിൽ എൻജിൻ ഹാങ്ങറിൻ്റെ ബുഷ് മാത്രം നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി ചെറിയൊരു നനവുണ്ട്, എന്നാൽ കാര്യമായിട്ടുള്ള ലീക്കേജ് എന്ന് പറയാനില്ല. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളിൻ്റെ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ, തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വർക്കും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്തുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും, ഓവർഫ്ലോ കാണിക്കും, മിസ്സിങ് കാണിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് കാണിക്കും നമ്മുടെ വണ്ടിക്ക് കേട്ടോ. അത് ഇപ്പം നിലവിലില്ലെങ്കിലും ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെ വരാം. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസിനുള്ളിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓവർഫ്ലോ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിന് ഈ അടിയിൽ തന്നെ കറുത്ത പൈപ്പ് വഴി താഴേക്ക് വെറുതെ പെട്രോൾ ചാടി പോവാം. മിസ്സിങ് കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ജെറ്റ് ബ്ലോക്കായിട്ട് വണ്ടി ഓടി വന്നൊക്കെ നിൽക്കുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഓഫ് ആവാം, പിന്നെ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കാം. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് രാവിലെ സ്റ്റാർട്ടാവാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ തന്നെ കംപ്ലയിൻ്റാണ്. അത് കോമണാണ്. നമ്മുടെ വണ്ടിക്ക് ഇപ്പം നിലവിലില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ഞാൻ ഈ എടുത്ത് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജനറലായിട്ട് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വരുന്നില്ല. കാർബറേറ്റർ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് കാർബറേറ്റർ ഒരു കാരണവശാലും അഴിക്കുകയോ ക്ലീൻ ചെയ്യാനോ നിൽക്കരുത്. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാർബറേറ്ററിന് തൊട്ടാൽ നമ്മുടെ കാശ് പോകണ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഉപയോഗിക്കുക. കംപ്ലയിൻറ്റ് വരുമെന്നുള്ള ദിവസം 100% ഉറപ്പാണ്. അത് പരമാവധി ഉപയോഗിക്കുക. കംപ്ലയിൻറ്റ് വന്ന സമയത്ത് മാത്രം അത് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കിക്കോ. പിന്നെ ഫ്രണ്ടിലെ ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബുഷുകൾക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡായി കിടക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ്, അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്, ബാക്കിലത്തെ കമ്പനി ഒറിജിനലായിട്ടാണ്. എന്നാൽ ഫ്രണ്ടിലത്തെ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് കേട്ടോ. എന്നാൽ വലിയ പഴക്കമായിട്ടില്ല.
അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നീടൊക്കെ മാറ്റുമ്പോൾ ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ബാറ്ററി നമുക്ക് തിരിക്കുന്നത് SF സോണിക്കിൻ്റെ ബാറ്ററി ആണ്. ഇത് മിരിക്കണ ബാറ്ററി ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.87 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ ഏകദേശം 9 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. 8.5 വോൾട്ട് വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കും. ഇപ്പം നിലവിൽ 9 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അതിൻ്റെ ബോർഡർ ലൈനിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ കീ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടല്ലോ, അത് തൽക്കാലം ലൂബ്രിക്കേഷൻ കഴിച്ചതാ. മഴ സമയത്ത് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റുകൾ കാണിക്കുന്ന ഭാഗങ്ങളിൽ പെട്ടതാണ് ഒന്ന് കീ സെറ്റിൻ്റെ ഈ ഭാഗവും സീറ്റ് തുറക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക. സ്വിച്ച് ഐറ്റംസ് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആണെങ്കിലും അതിൻ്റെ ടൈറ്റ് കാണിക്കുക, ലൂസ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുക. അത് മഴയത്തൊക്കെ ഒരുപാട് കിടന്ന് ഓടുമ്പോൾ തന്നെ പ്രോബ്ലംസാണ്. അത് നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ പ്ലഗ് നല്ല രീതിയിൽ ടൈറ്റ് വന്നേക്കാണ്. അതായത് എൻജിൻ ഹെഡ് നല്ല രീതിയിൽ ചൂടാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുമേ മെറ്റൽ പാർട്സ് ആയ അതിൻ്റെ ഈ ത്രെഡൊക്കെ വന്നത് ശരിക്കും മെറ്റലാണ്. അത് എക്സ്പാൻഡായിട്ട് അതുമേ ഓവർ ടൈറ്റ് വന്നേക്കണതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ എന്തായാലും ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററൊക്കെ മാറ്റണം. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പ്ലഗും കൂടി മാറ്റേണ്ടി വരും. അപ്പോൾ പ്ലഗ് ഒരു പക്ഷേ അത് അഴിക്കണ സമയത്ത് ചിലപ്പോൾ ഒടിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒടിയുമെന്ന് ഉറപ്പൊന്നുമല്ല. പക്ഷേ നമ്മളിപ്പോൾ ബലപ്പെട്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. വണ്ടി അഴിച്ച് ലെയ്ത്തിലൊക്കെ കൊടുത്ത് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഉപയോഗിക്കുക. അടുത്ത സർവീസിന് നമ്മൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് കുറച്ച് സമയം അറേഞ്ച് ചെയ്തിട്ട് വേണം വണ്ടി കയറ്റാനായിട്ട്. ഒടിയാണെങ്കിൽ നമുക്ക് ലെയ്ത്തിൽ കൊടുത്ത് അഴിക്കാനുള്ള സമയം കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വേണം വണ്ടി സർവീസിന് കയറ്റാനായിട്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.